അല്ല സർ, പറഞ്ഞോളൂ മാം. യെസ് സലാം. എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് പറയാനുള്ളത്? നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി മാറ്റി ഒരു മൺസൂൺ അവധി ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നൽകുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യോജിക്കുന്നില്ല. കാരണം വേനൽ അവധി എന്നതാണ് അവധിയുടെ പേര്. ലോകം മുഴുവനും കേൾക്കുന്ന ഒരു വാക്കാണ് വെക്കേഷൻ. എപ്പോഴാണ്? സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത്. വേനലവധി എന്ന് പറയുന്ന ചൂടുകാലം, അത് നമ്മുടെ നാട് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ലോകം മുഴുവനും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വേനൽ അവധിയെ മാറ്റി മഴക്കാലത്തിന്റെ കെടുതികളിലേക്ക് പോകുമ്പോൾ, വേനൽക്കാലത്ത് കുട്ടികൾ ഇത്രയും വലിയ ചൂടത്ത് ബസ്സിൽ കയറി ക്ലാസ്സുകളിൽ ഫാന് പോലും ഇല്ലാത്ത മിക്ക സ്കൂളുകളിലും ഫാന് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് ഇന്ന് വേനലവധികളില്ല. അവർ പറയുന്നത് ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഫാൻ ഇല്ല, പക്ഷെ ഞങ്ങൾ സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഇത്രയും ചെറിയ കുട്ടികളെ പോലും വേനലവധി എന്ന പേര് മാറ്റിയെടുത്ത് വേനൽക്കാലത്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കുക എന്നത് ഒരു പാരന്റ്സിനെ സംബന്ധിച്ചോളം ഭയാനകമായ ഒരു ചിന്തയാണിത്. കുട്ടികൾക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇത്രയും വലിയ ചൂട് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുന്ന മുതിർന്നവർക്ക് പോലും ഭയപ്പാടോട് കൂടിയാണ് ഇത് കാണുന്നത്. തളർന്നു പോകുന്നു. ഡീഹൈഡ്രേഷൻ മൂലം മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വേനലവധി എന്നതിനെ മാറ്റിയിട്ട് വേനൽക്കാലത്ത് കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക എന്നത് ഒരു മഹാവിഡ്ഢിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.